കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവജനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 44-ാം അധ്യായം മുഴുവൻ വിശുദ്ധ മന്ദിരത്തോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കിഴക്കേ കവാടത്തെക്കുറിച്ചും അതിനകത്തൂടെ യഹോവയായ ദൈവം പ്രവേശിച്ചെന്നും അതെന്നേക്കുമായി അടച്ചിട്ടിരിക്കുകയാണെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. കിഴക്കേ കവാടം പ്രഭുക്കന്മാർക്ക് മാത്രം ഇനി തുറക്കത്തുള്ളൂ എന്നും ആ പ്രഭു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണെന്നും ആ പ്രഭു താമസവിന വെളിപ്പെടുമ്പോൾ ഈ വാതിൽ തുറക്കപ്പെടുമെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. തുടർന്ന് നമ്മൾ കണ്ടത് എഹെസ്കേലിനോട് പറയുകയാണ്, നീ നന്നായി ശ്രദ്ധിച്ച് കേട്ട് നന്നായി ഗ്രഹിക്കണം, നന്നായി കാണണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ആലയത്തിൻ്റെ അകത്ത് കടക്കുന്നവരെയും ആലയത്തിൻ്റെ പുറത്തേക്ക് പോകുന്നവരെയും നീ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം, നന്നായി ശ്രദ്ധിച്ച് കാണണം. ഇത് ഒരു വേർതിരിവിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു വസ്തുതയായിരിക്കാം. ഭാവിയിൽ നടക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ യഹോവയെ യേശു കർത്താവ് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 34 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ലവരെയും ദുഷ്ടന്മാരെയും തമ്മിൽ വേർതിരിക്കുന്നു. അവൻ നീതിമാന്മാരെ വേർതിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വേർതിരിവിനെയാണ് അവിടെ കാണിക്കുന്നത്. എന്നതുപോലെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വേർതിരിവിനെ കുറിച്ച് അവിടെ പറയുന്നു. അത് വേർതിരിക്കപ്പെടും. ആലയത്തിൻ്റെ അകത്ത് കിടക്കുന്നവരാര്, പുറത്തു പോകുന്നവരാര് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് പ്രവേശിക്കുന്നവരാണ് ആരാണ്, പ്രവേശിക്കാത്തവരാരാണ്. വേർതിരിയുന്ന ഒരനുഭവത്തെക്കുറിച്ച് ആണ് ആ ഭാഗം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ച്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. അപ്പൊ അവിടെ പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അവകാശത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഭാഗമാണ് പറയുന്നത്. നീ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളണം, ദേവാലയത്തിൻ്റെ അകത്ത് ആര് കടക്കുന്നു, ആര് പുറത്തു പോകുന്നു. ഇതൊരു വേർതിരിവിൻ്റെ അനുഭവത്തെ കാണിക്കുന്നു. താമസമില്ല, നമ്മുടെ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വന്ന് ഭൂമിയിൽ ദൈവസിംഹാസനം സ്ഥാപിച്ചിട്ട് കഴിയുമ്പോൾ രണ്ടായി വേർതിരിക്കപ്പെടുന്നൊരനുഭവം. ചെമ്മരിയാടുകളെ തൻ്റെ വലത്ത് ഭാഗത്തും കോലാടിനെ തൻ്റെ ഇടത്ത് ഭാഗത്തും നിർത്തിയിട്ട് വലത്തുള്ളവരോട് പറയും, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവരാജ്യത്തിൻ്റെ അകത്ത് പ്രവേശിക്കുക എന്ന് പറയും. ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇനിയും ഭാവിയിൽ സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ
ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ്, ദൈവം തന്നിരിക്കുന്ന സമയം, ദൈവം തന്നിരിക്കുന്നതായ സാഹചര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിന് കൊള്ളാകുന്നവരായി നമ്മൾ ജീവിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം യഹോവയായ ദൈവം പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന ദൂതാണ്. പുരോഹിതന്മാരോട് പറയുന്നു, നിങ്ങൾ മ്ലേച്ഛതകളാൽ നിങ്ങൾ എൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. നിങ്ങളുടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഹൃദയത്തിലും മാംസത്തിലും ഒരു പരിച്ഛേദനയില്ലാത്ത അന്യജാതിക്കാരായിരിക്കുന്നവരെ നിങ്ങൾ ആലയത്തിൻ്റെ അകത്ത് പ്രവേശിപ്പിച്ചു. മറ്റൊന്ന്, നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കുന്ന വസ്തുതയിൽ ഒരു വിധത്തിലുള്ള ഗ്രാഹ്യവുമില്ലാതെ ഒരു ശ്രദ്ധയുമില്ലാതെ മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ആളുകളെ നിങ്ങളെ അതിൻ്റെ കാര്യവിചാരകന്മാരാക്കി തീർത്തു എന്ന് യഹോവയായ ദൈവം പറയുന്നുണ്ട്. എന്നാലും ശരി, അതിന് നടുവിൽ യഹോവയായ ദൈവം പറയുന്നുണ്ട്, ഞാൻ ഈ ജനത്തിന്, ലേവ്യർക്ക് എൻ്റെ ആലയത്തിൻ്റെ സൂക്ഷിപ്പുകാരായിത്തീരുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നാം ഇവിടെ കാണുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹൃദയത്തിലും 6 മുതൽ 9 വാക്യങ്ങളുടെ വായിക്കുമ്പോൾ, ഹൃദയത്തിലും ജഡത്തിലും പരിച്ഛേദനയില്ലാത്ത അന്യജാതിക്കാരെ കൊണ്ടുവന്നപ്പോൾ എന്ന് പറയുന്നുണ്ട്. എന്നപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ സ്ഥാപിച്ചു കൊടുത്ത ഒരു ഉടമ്പടിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവിക ഉടമ്പടിയെ ലംഘിച്ച്, ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥകളെ ലംഘിച്ച്, ദൈവം വച്ചിരിക്കുന്ന നിയമങ്ങളെ ലംഘിച്ച് തോന്നുന്ന പോലെ ദൈവസഭയ്ക്കകത്തായിരിക്കുന്ന, അതിൻ്റെ അകത്ത് ഒരു യോഗ്യതയുമില്ലാത്ത ആളുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇത് മൊത്തം നോക്കുവാൻ വേണ്ടി. ഏത് നോക്കുവാൻ? ആലയത്തിനകത്തെ വിശുദ്ധ വസ്തുക്കൾ നോക്കുവാൻ വേണ്ടി. എന്നിട്ട് ഈ പുരോഹിതന്മാർ വിഗ്രഹാരാധനകരായി തീർന്ന് മ്ലേച്ഛത പ്രവർത്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങളുടെ കുറ്റം നിങ്ങൾ തന്നെ ഏൽക്കേണ്ടി വരും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് നിങ്ങളുടെ തലമേൽ തന്നെ ഇരിക്കും. നാം ഇവിടെ പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി കാണുന്നു. ദൈവം വെച്ച ഒരു പ്രമാണമുണ്ട്, ദൈവം വെച്ച ഒരു നിയമവ്യവസ്ഥയുണ്ട്. അത് ആര് ഇല്ലാതാക്കിയാലും ശരി, ആ ഇല്ലാതാക്കുന്നവർ തന്നെ അതിൻ്റെ കുറ്റക്കാരായി തീരുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, ഇന്ന് ലോകത്തിലേക്ക് കണ്ണോടിച്ച് നോക്കുമ്പോൾ, ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥകളെ ഇന്നത്തെ ജനം യാതൊരു വാല്യൂമില്ലാതെ തച്ചുടച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് ദൈവജനവും വ്യക്തമായി പഠിപ്പിക്കുന്നു. ലോകത്തിലെ സകല മതങ്ങളും അങ്ങനെ പഠിപ്പിക്കുന്നു. ലോകത്തെ സകല ജനങ്ങളും അത് അങ്ങനെ അംഗീകരിക്കുമ്പോൾ, അത് അംഗീകരിക്കാത്ത ഒരു തലമുറയായി ഇന്നത്തെ ജനം മാറിയിരിക്കുകയാണ്. അങ്ങനെ വ്യത്യാസമില്ലാതെ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദൈവമില്ലാത്തവരായി വഷളത്വം പ്രവർത്തിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ നാം ഓർത്തുകൊള്ളണം, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ, ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നവർ, ദൈവിക പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവർ നിശ്ചയമായി ലജ്ജിച്ചു പോകത്തില്ല. ദൈവം അവർക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്ന് നമുക്ക് ഈ ഭാഗത്തും പഠിക്കാൻ കഴിയുന്നുണ്ട്. നമുക്കതിൻ്റെ 10 മുതൽ 14 വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. 44 അധ്യായത്തിൻ്റെ 10 മുതൽ 14 വാക്യങ്ങൾ. ഇസ്രായേൽ തെറ്റിപ്പോയ കാലത്ത് എന്നെ വിട്ടകന്നു പോയവരും എന്നെ വിട്ട് തെറ്റി വിഗ്രഹങ്ങളോട് ചേർന്നവരുമായ ലേവ്യർ തന്നെ തങ്ങളുടെ അകൃത്യം വഹിക്കണം. അവർ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആലയത്തിന്റെ പടിവാതിക്കലെല്ലാം ശുശ്രൂഷകന്മാരായി കാവൽ നിന്ന് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണം. അവർ ജനത്തിനു വേണ്ടി
ഹോമയാഗവും ഹനനയാഗവും അറുത്ത് അവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ മുമ്പിൽ നിൽക്കണം. അവർ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്ത് ഇസ്രായേൽ ഗൃഹത്തിന് അകൃത്യ ഹേതുവായി തീർന്നത് കൊണ്ട് ഞാൻ അവർക്ക് വിരോധമായി കൈ ഉയർത്തി സത്യം ചെയ്തിരിക്കുന്നു. അവർ തങ്ങളുടെ അകൃത്യം വഹിക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനും അതിവിശുദ്ധങ്ങളായ എന്റെ സകല വിശുദ്ധ വസ്തുക്കളെയും തൊടുവാനും എന്നോട് അടുത്തു വരാതെ തങ്ങളുടെ ലജ്ജയും തങ്ങൾ ചെയ്ത മ്ലേച്ഛതകളും വഹിക്കണം. എന്നാൽ ആലയത്തിന്റെ എല്ലാ വേലയ്ക്കും അതിൽ ചെയ്യുവാനുള്ള എല്ലാറ്റിനും ഞാൻ അവരെ അതിൽ വിചാരകന്മാരാക്കി വെക്കും. ഓക്കെ, ഇത് ലേവ്യരോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. ലേവ്യരെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, അവർ ദൈവത്തോട് തെറ്റ് കാണിച്ചു, അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി, അവർ മ്ലേച്ഛത പ്രവർത്തിച്ചു, വിഗ്രഹാരാധനക്കാരായി തീർന്നു. ദൈവത്തിനും ദൈവവചനത്തിനും വിശുദ്ധിക്കും കൊടുക്കേണ്ട പ്രാധാന്യത കൊടുക്കാതെ, അവർ ചെയ്യേണ്ട ശുശ്രൂഷകൾ ചെയ്യാതെ അവർ ജീവിച്ചു. എന്നാൽ യഹോവയായ ദൈവം പറയുന്നു, എങ്കിലും അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷകരായിരിക്കും. മുൻപ് വഴിതെറ്റിപ്പോയ ലേവ്യരെ കുറിച്ച് പറയുന്നു, അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം അത് അവരുടെ മേൽ തന്നെ ഇരിക്കും. അവർ അതിന് തെറ്റിൻ്റെ കുറ്റം, അതിൻ്റെ ബലം അവർ അനുഭവിക്കണം. എന്നാൽ അവർക്കൊരു പുനഃസ്ഥാപനമുണ്ടെന്ന് പറയുകയാണ്. അവർ ആലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷയ്ക്കും മറ്റും മേൽവിചാരകന്മാരായിരിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും അവരെ പുനഃസ്ഥാപിക്കുന്നതായ ഒരു വാക്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. തങ്ങളുടെ അകൃത്യം വഹിക്കണം. ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്, 2 തവണ ആവർത്തിച്ച് പറയുന്നു. ദൈവം ലേവ്യരെ അവരുടെ പാപനിമിത്തം, അവരുടെ വിഗ്രഹാരാധന നിമിത്തം അവർ ഉത്തരവാദികളാണ് എന്ന് പറയുമ്പോൾ തന്നെ, ദൈവം ഒരു ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെടുമ്പോൾ തന്നെ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ അവരെ ഇതിന് വിചാരകന്മാരാക്കുമെന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് പറയുന്നുണ്ട്. നമുക്ക് യെഹെസ്കേലിനെ ഈ പറയപ്പെടുന്ന പുസ്തകത്തിലെ ആലയത്തിൽ ലേവ്യർക്ക് യാഗങ്ങൾ അർപ്പിക്കുവാൻ അനുവാദമുണ്ട്. മുമ്പ് പരാമർശിച്ച പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ വിഗ്രഹാരാധന നിമിത്തം അവർ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമാണിത്. കാരണം അവർ ചെയ്ത അത് നിമിത്തം ഉണ്ടായ മ്ലേച്ഛതകൾ നിമിത്തം ഉണ്ടായ തെറ്റുകൾക്കെല്ലാം ബലം അവർ തന്നെ അനുഭവിക്കണം. എന്നാൽ ഞാൻ അവരെ അതിൻ്റെ കാര്യവിചാരകന്മാരാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്. വേദപുസ്തകം നമ്മളിപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവമാണ് ആ ഗോത്രത്തെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചത്. ആ ഗോത്രത്തെ യഹോവയായ ദൈവമാണ്, മറ്റാരുമല്ല. പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ഗോത്രത്തെ വേർതിരിച്ചത് യഹോവയായ ദൈവം ഡയറക്റ്റ് വേർതിരിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന വസ്തുത, അവർ തെറ്റ് ചെയ്ത് മ്ലേച്ഛത പ്രവർത്തിച്ച് പോയാലും ശരി, അവർ തെറ്റിൻ്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വന്നാലും ശരി, അവരെ എൻ്റെ ആലയത്തിൻ്റെ ശുശ്രൂഷകൾക്ക് മേൽവിചാരകന്മാരാക്കും എന്ന് പറയുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹത്തെ, ദൈവത്തിൻ്റെ കരുണയുടെ ആഴത്തെയാണ് കാണിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, ചതഞ്ഞ ഓട ഒടിക്കയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയത്തില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാത്രി ദൈവജനം ഓർത്തുകൊള്ളണം, കർത്താവിന് വേണ്ടി നമ്മൾ ചെലവാക്കിയത്, കർത്താവിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചത്, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റുകൾ വന്ന് ഒരുപക്ഷേ ലോകം നമ്മെ തെറ്റാക്കി ചിത്രീകരിച്ചാലും ശരി, നമ്മളെ മറന്നു കളയുന്ന
അനീതിയുള്ളൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മൾ തെറ്റുകൾ ഉണ്ടായിരുന്നിരിക്കാം, കുറ്റങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, എന്നാൽ അതെല്ലാം മറന്നിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോട് ചെയ്ത ഉടമ്പടി നമ്മളിലൂടെ നിവർത്തിച്ചെടുക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ ഈ പുസ്തകത്തിലെ ഈ വാക്യത്തിലൂടെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവജനം ഓർക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നാലും ദൈവം മറക്കത്തില്ല. നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നാലും നമ്മെ മറക്കത്തില്ല. തൻ്റെ നീതി മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും ഇരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് നമ്മുടെ തെറ്റുകളുണ്ടെങ്കിലും ശരി അതെല്ലാം ക്ഷമിച്ചിട്ട് അവൻ്റെ നീതി നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലും ആക്കി തീർക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്കതിൻ്റെ 15-16 വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് തെറ്റിപ്പോയ കാലത്ത് എന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യവിചാരണ നടത്തിയിരുന്ന സാദോക്കിന്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്ത് വരികയും മേധസ്സും രക്തവും എനിക്ക് അർപ്പിക്കേണ്ടതിന് എന്റെ മുമ്പാകെ നിൽക്കുകയും വേണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവർ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ കടന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്റെ മേശയുടെ അടുക്കൽ വരികയും എന്റെ കാര്യവിചാരണ നടത്തുകയും വേണം. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ലേവി ഗോത്രം മുഴുവൻ, ഇസ്രായേൽ ജനം മുഴുവൻ പാപം ചെയ്ത് തെറ്റിപ്പോകുമ്പോൾ, അവിടെ അതാണ് 15-ാമത്തെ വാക്യം വായിക്കുന്നു. ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് തെറ്റിപ്പോയ കാലത്ത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ കാര്യവിചാരണ നടത്തിയിരുന്ന സാദോക്കിൻ്റെ പുത്രന്മാരായിരിക്കുന്ന ലേവി പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യണം. നോക്കണം, സാദോക്കിൻ്റെ പുത്രന്മാരായിരിക്കുന്ന ലേവി പുരോഹിതന്മാർ. ഇവിടെ ദൈവം സാദോക്കിൻ്റെ പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. സാദോക്കിൻ്റെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. അത് അഹരോന്റെ പുത്രന്മാരിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. നമ്മൾ ദൈവവചനം പഠിച്ചു വരുമ്പോൾ ശലോമോൻ്റെ കാലഘട്ടം മുതലാണ് സാദോക്കിന് പൗരോഹിത്യ ശുശ്രൂഷ അവകാശം ലഭിച്ചത്. അതുവരെ സാദോക്കിൻ്റെ കുടുംബക്കാർക്ക് പൗരോഹിത്യ ശുശ്രൂഷ കൊടുത്തിരുന്നില്ല. ശലോമോൻ്റെ കാലഘട്ടത്തിലാണ് അവർക്ക് ആ ശുശ്രൂഷ കൊടുക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. 1 Kings chapter 2 verse 35. രാജാവ് അവന് പകരം യഹോയാദായുടെ മകനായ ബെനയാവെ സേനാധിപതിയാക്കി അബ്യാഥാരിന്റെ പകരം സാദോക്ക് പുരോഹിതനെയും നിയമിച്ചു. സാദോക്ക് പുരോഹിതന്മാരെ നിയമിച്ചു. അവർ പൊതുവെ മറ്റ് ലേവ്യ പുരോഹിതന്മാരെ പോലെ ആയിരുന്നില്ല. അവർ അവരുടെ വിശ്വസ്തയോടുകൂടെ തന്നെ അവരെ ഏൽപ്പിച്ച സ്ഥാനങ്ങളിൽ അവർ ചെയ്തിരുന്നു. ഇസ്രായേൽ മക്കൾ മുഴുവൻ ഇത് വിട്ട് ഓടിപ്പോകുമ്പോൾ, അവിടെ വായിക്കുക, എന്നെ വിട്ട് പോയപ്പോൾ എന്ന് യഹോവയായ ദൈവം എടുത്തു പറയുന്നു. ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് പോയപ്പോൾ എന്ന് എടുത്തു പറയുന്നുണ്ട്. അവിടെ ആ കാലഘട്ടത്തിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ ചുമതല വഹിച്ച് വിശ്വസ്തയോടെ ആ വേല ചെയ്ത ആ ഒരു ഗ്രൂപ്പിനെ, ആ കുടുംബത്തെക്കുറിച്ച് ഇവിടെ എടുത്തു പറയുകയാണ്. അവിടെ എടുത്തു പറയുമ്പോൾ എന്നെ സന്തോഷിപ്പിച്ച 1-2 പദപ്രയോഗങ്ങൾ അതിനകത്തുള്ളൂ. ഒന്ന്, എന്നെ വിട്ട് പോയ കാലത്ത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യവിചാരണ നടത്തിയിരുന്ന സാദോക്കിൻ്റെ പുത്രന്മാരായ ലേവി പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യണതിന് എന്നോടടുത്തു വരണം. 2, എൻ്റെ മുമ്പാകെ നിൽക്കണം. 16-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, എൻ്റെ മേശയുടെ അരികിൽ എൻ്റെ കാര്യവിചാരകന്മാരായിരിക്കണം എന്ന് എടുത്തു പറയുന്നുണ്ട്. നോക്കണം, വിശ്വസ്തയോടെ എല്ലാ ഇസ്രായേൽ ജനവും
ദൈവത്തെ വിട്ട് മാറിപ്പോയപ്പോൾ, അവരെ ഏൽപ്പിച്ച സ്ഥാനങ്ങളിൽ അവിശ്വസ്തരായി തീർന്നു പോയപ്പോൾ, എല്ലാ ഇസ്രായേലും മ്ലേച്ഛത പ്രവർത്തിച്ചു പോയപ്പോൾ, ലേവി പുരോഹിതന്മാർ മ്ലേച്ഛത പ്രവർത്തിച്ച് വിഗ്രഹാരാധകരെ ചെയ്ത് അവർ മുൻപോട്ട് ദൈവത്തെ വിട്ട് ഓടിപ്പോയപ്പോൾ, സാദോക്കിൻ്റെ പുത്രന്മാർ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചതായിട്ട് ഇവിടെ ദൈവത്തിൻ്റെ വചനം എടുത്തു പറയുകയാണ്. വിശ്വസ്തയോടെ അവർ ദൈവത്തെ സേവിച്ചു. അതുകൊണ്ട് പറയാണ്, അവർ എന്നോട് എൻ്റെ അടുത്തു വരണം, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ. 2, അവർ എൻ്റെ മുമ്പാകെ നിൽക്കണം. 3 പറയുന്നു, എൻ്റെ മേശയുടെ അരികിൽ വരികയും ചെയ്യണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. നോക്കണം, യഹോവയായ ദൈവം ലേവി പൗരോഹിത്യത്തിൽപ്പെട്ട സാദോക്കിൻ്റെ മക്കളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. കാരണം എന്താണ്? സകലരും പാപം ചെയ്ത് ദൈവത്തെ വിട്ട് പിന്മാറിപ്പോയപ്പോൾ ഇവർ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചത് കൊണ്ട്, കാലങ്ങൾ എത്ര മാറിയാലും ശരി, ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ എൻ്റെ അടുത്ത് വരണം, അവർ എൻ്റെ മേശയിൽ ശുശ്രൂഷിക്കണം, അവർ എൻ്റെ മുമ്പാകെ നിൽക്കണമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. നോക്കണം, ലേവി ഗോത്രത്തിൽ എത്ര മിടുക്കന്മാരുണ്ടായിരിക്കാം, ഇസ്രായേലിലുള്ള ഗോത്രങ്ങളിൽ എത്ര മിടുമിടുക്കന്മാരുണ്ടായിരിക്കാം. എന്നാൽ ദൈവം നോക്കിയത്, അവരെ ആരെയല്ല നോക്കിയത്, ഏൽപ്പിച്ച ദൗത്യത്തിൽ വിശ്വസ്തയോടെ ഒട്ടും പിന്മാറിപ്പോകാതെ ദൈവത്തിനോട് നിലകൊണ്ട സാദോക്കിൻ്റെ പുത്രന്മാരെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു യാഥാർത്ഥ്യം, ഈ രാത്രിയിൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ദൈവത്തെ നമ്മൾ പരമാർത്ഥതയോടെ സേവിച്ചിട്ടുണ്ട് എങ്കിൽ, ദൈവത്തെ പരമാർത്ഥ സേവിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് എങ്കിൽ, അതുകൊണ്ട് ഒരിക്കലും ദൈവം അത് മറക്കുന്ന ദൈവമല്ല. ദൈവം നമ്മെ അരികിൽ വിളിച്ചു നിർത്തുന്ന ദൈവം നമുക്ക് പിന്നെയും മറ്റൊരു നിലയിലേക്ക്, കർത്താവിന് പ്രയോജനപ്പെടുന്ന നിലയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമാണ്. ഇവിടെ നോക്കണം, പറഞ്ഞു, എൻ്റെ മുമ്പാകെ നിൽക്കണം, എൻ്റെ അരികിൽ വരണം, മേശയുടെ മുമ്പാകെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. മറ്റവരോട് പറഞ്ഞു, എൻ്റെ വാതുക്കൽ, എൻ്റെ ആലയത്തിൻ്റെ വാതുക്കലും യാഗമെടുത്ത് ശുശ്രൂഷ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവരോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എൻ്റെ എൻ്റെ മുമ്പാകെ നിൽക്കണം. 2, എൻ്റെ അരികിൽ വരണം നിങ്ങൾ. അടുത്ത് പറയുന്നത് മേശയുടെ അടുത്ത് വരണം. നോക്കണം, എന്താണെന്ന് ചോദിച്ചാൽ വിശ്വസ്തയോടെ അവരെ ഏൽപ്പിച്ചത് അവർ ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്നെങ്കിൽ, നാം വിശ്വസ്തയോടെ ദൈവസ്ഥലായിരിക്കുന്നെങ്കിൽ, വിശ്വസ്തയോടെ നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ നമ്മൾ നന്നായി ഉപയോഗിക്കുന്നു എങ്കിൽ, നിശ്ചയമായും ആ വിശ്വസ്തതയ്ക്ക് ദൈവം അംഗീകരിക്കുന്ന ദൈവമാണ്. അതിന് കണക്കിട്ട് നമുക്ക് പ്രതിഫലം തരുന്ന ദൈവമാണ്. നമുക്കറിയാം, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞൊരു ഉപമയുണ്ട്. താലന്ത് കൊടുത്ത ഉപമ. ഒരുത്തന് 5 കൊടുത്തു, മറ്റവൻ 2 കൊടുത്തു, മറ്റവന് 1 കൊടുത്തു. 1 കിട്ടിയവൻ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അവൻ അതൊന്നും ചെയ്തില്ല. മറ്റവർ 2 അതുകൊണ്ട് പ്രയോജനപ്പെട്ടു. അവർ ഇരട്ടി നേടിയെടുത്തു. അവരോട് പറഞ്ഞു, നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞപ്പോൾ, ആ ദുഷ്ടനായ താലന്ത് കിട്ടിയിട്ടും പ്രയോജനപ്പെടാൻ മറച്ചു വെച്ചവനോട് പറഞ്ഞു, നീ ഇരുട്ടിലേക്ക് ഇരുട്ടും പല്ലുകടിയും ഉള്ളിടത്തേക്ക് നിന്നെ പറഞ്ഞു വിടുകയാണെന്ന് പറഞ്ഞിട്ട്
അവനെ അവിടേക്ക് വിടുന്നതായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവിനനുസരിച്ച്, ദൈവം തന്നിരിക്കുന്ന ടാലൻ്റ് അനുസരിച്ച് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നമ്മൾ സേവിക്കുകയാണെങ്കിൽ, വിശ്വസ്തയോടെ അവനെ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ, നിശ്ചയമായും ദൈവം നമ്മെ മറക്കത്തില്ല. ദൈവം നമ്മെയും നമ്മുടെ തലമുറകളെയും ദൈവം സ്റ്റെപ്പായി മറ്റ് ചില ചുമതലകൾ കൂടെ തന്ന് മറ്റ് ചില അവസ്ഥകളിലേക്ക് കുറെ കൂടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്നു, എന്നെ ശുശ്രൂഷിക്കുവാൻ എൻ്റെ അടുക്കൽ വരണം. പുരോഹിതന്മാരുടെ ശുശ്രൂഷ അടിസ്ഥാനപരമായി ദൈവത്തിന് തന്നെയാണ്. അത് വളരെ ഊന്നി പറയുന്നുണ്ട്. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്ന വാക്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു പുതിയ ഉടമ്പടിയുടെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന് ഒരു ആത്മീയ പ്രയോഗമുണ്ട്. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ ലേവ്യർക്ക് വേണ്ടി മാത്രം അത് മാറ്റിവെച്ചെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാ വിശ്വാസികളും പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ നാം പ്രവർത്തിക്കുന്നെങ്കിൽ, പ്രയോജനപ്പെടുന്നെങ്കിൽ, ദൈവം നമുക്ക് മറ്റൊരു തലത്തിലേക്ക്, ദൈവം നമ്മെ മറ്റൊരു അനുഭവത്തിലേക്ക്, ദൈവം നമ്മെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോയിട്ട് മറ്റ് ചിലത് കൂടെ നമ്മെ ഏൽപ്പിക്കും എന്നൊരു യാഥാർത്ഥ്യം ഈ രാത്രി ഞങ്ങളങ്ങനെ ഓർപ്പിച്ചുണർത്തുകയാണ്. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ ഭയന്നിട്ട് ഒളിച്ചു വച്ചിരുന്നാൽ നമ്മൾ തന്നെ കണക്ക് പറയും. അതുകൊണ്ട് നീ അറിഞ്ഞിരിക്കുന്ന സത്യത്തിനനുസരിച്ച്, കേട്ടിരിക്കുന്ന വചനത്തിനനുസരിച്ച്, നിനക്ക് ലഭിച്ചിരിക്കുന്ന താലന്തിനനുസരിച്ച് നീ പ്രയോജനപ്പെടണം. നിന്റെ കുടുംബത്തിൽ, നിന്റെ സൊസൈറ്റിയിൽ, നിന്റെ ചർച്ചിൽ, നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നീ ആ നിലയിൽ പ്രയോജനപ്പെടുമ്പോൾ ദൈവം നിന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അതിനുവേണ്ടി എന്നെ കേൾക്കുന്ന, സൂം പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യുന്ന, യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആ നിലയിലേക്ക് ഒരുക്കിയെടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനി നമ്മൾ 17 മുതൽ 19 ഭാഗങ്ങൾ വായിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 17 to 19. എന്നാൽ അകത്തെ പ്രാകാരത്തിന്റെ വാതിലുകൾക്കകത്ത് കടക്കുമ്പോൾ അവർ ശണവസ്ത്രം ധരിക്കണം. അകത്തെ പ്രാകാരത്തിന്റെ വാതിൽക്കലും ആലയത്തിന്റെ അകത്തും ശുശ്രൂഷ ചെയ്യുമ്പോൾ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കരുത്. അവരുടെ തലയിൽ ക്ഷണം കൊണ്ടുള്ള തലപ്പാവും അരയിൽ ക്ഷണം കൊണ്ടുള്ള കാൽക്കുപ്പായും ഉണ്ടായിരിക്കണം. വിയർപ്പുണ്ടാകുന്ന യാതൊന്നും അവർ ധരിക്കരുത്. അവർ പുറത്തെ പ്രാകാരത്തിൽ ജനത്തിന്റെ അടുക്കലേക്ക് തന്നെ ചെല്ലുമ്പോൾ തങ്ങളുടെ വസ്ത്രത്താൽ ജനത്തെ വിശുദ്ധീകരിക്കാതിരിക്കേണ്ടതിന് തങ്ങൾ ശുശ്രൂഷ ചെയ്ത സമയം ധരിച്ചിരുന്ന വസ്ത്രം നീക്കി വിശുദ്ധ മണ്ഡപങ്ങളിൽ വെച്ചിട്ട് വേറെ വസ്ത്രം ധരിക്കണം. ഓക്കെ, ഈ 17 മുതൽ 19 വാക്യങ്ങൾ പുരോഹിതന്മാരുടെ വസ്ത്രത്തെക്കുറിച്ചും അവർ ചെയ്യേണ്ടതായ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അകത്തെ പ്രാകാരത്തിൻ്റെ വാതിലുകൾക്കുള്ളിൽ കടക്കുമ്പോൾ അവർ ഏത് വസ്ത്രം ധരിച്ചിരിക്കണം എന്ന് വ്യക്തമായി പറയുന്നു. 1, അവർ ശണവസ്ത്രം ധരിച്ചിരിക്കണം. സാദോക്കിൻ്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷ നടത്തുവാൻ വരുമ്പോൾ പുരോഹിതന്മാർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ശണവസ്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവർ ധരിക്കുന്ന വസ്ത്രം ശണമായിരിക്കണം, ലിനനായിരിക്കണം. അവരെ തലപ്പാവ്, തലയിൽ വെക്കുന്ന തുണി, തൊപ്പി, അത് ലിനനായിരിക്കണം. അവരിടുന്ന കാൽക്കുപ്പായം അത് ലിനനായിരിക്കണം.
എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഇനി ആ ശണവസ്ത്രം ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം പറയുന്നുണ്ട്. ഉദ്ദേശം എന്ന് പറയുന്നത് വിയർപ്പിൻ്റെ കാരണം നിമിത്തം അവർ വിയർക്കുവാൻ പാടില്ല. മറ്റു വസ്ത്രങ്ങളിട്ട് ഇതിനകത്ത് കയറിയാൽ അവർ വിയർക്കും. അതുകൊണ്ട് അത് വരാൻ പാടില്ല. അതുകൊണ്ട് അവർ ശണവസ്ത്രം ധരിച്ചു വേണം ഇതിൻ്റെ അകത്ത് ശുശ്രൂഷിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അവർ വേർപ്പ് തുള്ളി അതിൻ്റെ അകത്ത് വീഴാൻ പാടില്ല എന്ന് ആണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വിയർപ്പിന് കാരണമാകുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതും അവർ ധരിക്കരുത് എന്നായിരുന്നു. അത് വിയർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ശുശ്രൂഷിക്കുമ്പോൾ അതിൻ്റെ ഡീസൻ്റായിട്ട് അതിൻ്റെ പക്വതയിലും അതിൻ്റെ പരിജ്ഞാനത്തിലുമായിരിക്കണം അതിൻ്റെ അകത്ത് ശുശ്രൂഷിക്കേണ്ടത്. അല്ലാതെ യോജിപ്പില്ലാത്ത വസ്ത്രം ധരിച്ച് വേർത്ത് കുളിച്ച് ആലയത്തിനകത്തിൽ അവൻ്റെ വേർപ്പും വീണ് ആകപ്പാടെ ഒരു വല്ലാത്ത കോലത്തിനകത്ത് ശുശ്രൂഷിക്കാൻ പാടില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർക്ക് വേണ്ടി ദൈവം നിർദ്ദേശിച്ചിരിക്കുന്ന വസ്ത്രമുണ്ട്. ആ വസ്ത്രമിട്ട് വേണം അവർ ആലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ആലയത്തിനകത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഈ തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടില്ല എങ്കിൽ, മെറ്റീരിയൽ കൊണ്ടുള്ളത് ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ വേർക്കുകയും അതിൽ അസ്വസ്ഥരായിത്തീരുകയും തന്നിമിത്തം സമാധാനത്തോടെ സന്തോഷത്തോടെ അവ വേലയിൽ ചെയ്യുവാൻ കഴിവില്ലാത്തവരായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് അവർ സമാധാനത്തോടെയും സന്തോഷത്തോടുകൂടിയും വേണം ദൈവത്തെ സേവിക്കേണ്ടത്, ദൈവത്തിന് വേണ്ടി സേവ ചെയ്യേണ്ടത് എന്ന് യഹോവയായ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ നകന്നിട്ട് സ്വയപ്രയത്നത്തിലൂടെയും സ്വന്തമാകുന്ന വിവേകത്തിലൂടെയും ഒക്കെയല്ല ദൈവത്തെ സേവിക്കേണ്ടത്. പിന്നെയോ ദൈവം തന്നിരിക്കുന്ന മാനദണ്ഡങ്ങളിലൂടെ, ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥകളിലൂടെ, ദൈവം തന്നിരിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ ആയിരിക്കണം ദൈവത്തെ സേവിക്കേണ്ടതെന്ന് ഈ ഭാഗത്തിലൂടെ എടുത്തു പറയുകയാണ്. അല്ലാതെ നിനക്കിഷ്ടമുള്ള മെറ്റീരിയൽ കൊണ്ട് ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കയറി വേർത്ത് കുളിച്ച് കോലാഹലമാക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ ആലയത്തിനകത്ത് ശുശ്രൂഷിക്കുമ്പോൾ സമാധാനത്തോടെ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഇതിനകത്തുനിന്നൊരു ആത്മീയ സത്യം നമുക്കുണ്ട്. നാം ദൈവാലയത്തിൻ്റെ അകത്ത് ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റേതായ നിലയിലുള്ള ഡ്രസ്സിട്ട് വേണം നമ്മൾ ആലയത്തിൻ്റെ അകത്ത് വരേണ്ടത്. അതിൻ്റേതായ ഡ്രസ്സിട്ട് അതിൻ്റെ മാന്യതയിൽ അതിൻ്റെ നിലവാരത്തിൽ വേണം ദൈവജനം ആലയത്തിൻ്റെ അകത്ത് വരേണ്ടത് എന്നൊരു സത്യം ഇതിൻ്റെ പിൻപിലുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നീ അല്ലാതെ നിനക്ക് തോന്നുന്ന ട്രസ്റ്റ് വന്നിട്ട് നീ ആരാധന നടത്തുവാൻ പാടില്ല. പിന്നെയോ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയും പ്രകാരമുള്ള ഡ്രസ്സിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ വേണം നാം ദൈവത്തെ സേവിക്കേണ്ടത്. ഇല്ല എങ്കിൽ നമ്മൾ അസ്വസ്ഥരായിത്തീരും. തന്നിമിത്തം സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കാൻ കഴിയാതായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന ഡ്രസ്സ് നാം ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ സമാധാനത്തോടെ അതിൻ്റെ സന്തോഷത്തോടെ അതിൻ്റെതായിരിക്കുന്ന അനുഭവത്തോടു കൂടെ വേണം ആലയത്തിൽ പ്രവേശിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ദൈവം ആരാധനയിൽ പ്രസാദിക്കത്തുള്ളൂ എന്ന് ഈ ഭാഗത്തു നിന്നും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അവിടെ വായിക്കുന്നു, അവർ തങ്ങളുടെ വസ്ത്രം അഴിച്ചു മാറ്റണം. എവിടെ? വിശുദ്ധ മന്ദിരത്തിൽ അവൻ ഉപയോഗിച്ച വസ്ത്രം വിശുദ്ധ മന്ദിരത്തിന് പുറത്തു പോകുമ്പോൾ അവൻ അത് അഴിച്ച് അതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ അത് വെച്ചിട്ട് മാത്രമേ
അവൻ വെളിയിലേക്ക് പോകാവൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ച ഡ്രസ്സുമായി പോയി വെളിയിലേക്ക് ജനത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി നീ പോകണ്ട. നിന്റെ അകത്ത് ശുശ്രൂഷിക്കുമ്പോൾ നിനക്കൊരു ഡ്രസ്സുണ്ട്, നീ അത് ധരിച്ചിരിക്കണം. വെളിയിൽ പോകുമ്പോൾ മറ്റൊന്നുണ്ട്, അത് വേണം ധരിക്കേണ്ടതെന്ന് ഈ ഭാഗത്തു നിന്നും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ രാത്രി ഞാൻ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ഭാഗം വായിച്ചാൽ നമുക്ക് അത് തീർക്കുവാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്ത് അവിടെ നിർത്തുകയാണ്. നാം പഠിച്ചു വന്ന 2-3 കാര്യങ്ങൾ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഒന്ന്, ദൈവം കോലാടിനെയും ചെമ്മരിയാടിനെയും വേർതിരിക്കുന്നൊരു ദിവസമുണ്ട്. അത് കർത്താവിൻ്റെ നാൾ. രാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമ്മളെ നമുക്ക് ഒരുക്കാം. 2, വിശ്വസ്തയോട് നാം ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ ദൈവം ഒരിക്കലും മറക്കത്തില്ല. തൻ്റെ വിശ്വസ്തത നമ്മുടെ മേൽ ചൊരിഞ്ഞ് നമ്മളെ കുറേ കൂടെ അടുത്തൊരു ലെവലിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കും. മറ്റൊന്ന്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. 3, നാം ആലയത്തിൻ്റെ അകത്ത് അതിൻ്റേതായിരിക്കുന്ന വിശുദ്ധിയോടെ അതിൻ്റേതായിരിക്കുന്ന നിലവാരത്തിൽ വേണം ആലയത്തിൻ്റെ അകത്തേക്ക് വരേണ്ടത്. ജീവിതമാകുന്ന വസ്ത്രം ആ നിലയിൽ ധരിച്ചിരിക്കണം. ആ നിലയിലെ വസ്ത്രം ധരിച്ചിട്ട് വേണം നീ ആലയത്തിൽ പ്രവേശിക്കേണ്ടത്. ആലയത്തിൽ പ്രവേശിച്ച് ദൈവത്തെ ആരാധിക്കേണ്ടത് സമാധാനത്തോടെ സന്തോഷത്തോടെ ആണ് ദൈവത്തെ സേവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ദൈവം ആരാധന പ്രസാദിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തോടെ, കർത്താവേ, വിശ്വസ്തയോടെ അങ്ങ് സേവിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. അന്ത്യം വരെ വിശ്വസ്തയോടെ എനിക്ക് ദൈവം തന്നിരുന്ന കഴിവനുസരിച്ച്, ദൈവം ടാലൻ്റ് അനുസരിച്ച് ഏത് നിലയിൽ പ്രയോജനപ്പെടണമോ ആ നിലയിൽ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ ഈ രാത്രിയിൽ എത്ര പേരുണ്ട്? എന്നെ കേൾക്കുന്നതിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഞാൻ കർത്താവ് എന്നെ ആഗ്രഹിക്കുന്ന ലെവൽ പ്രാർത്ഥിക്കാനാണോ ദൈവം എന്നെ വിളിച്ചിരിച്ചെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ കുറേ കൂടെ പ്രാർത്ഥിക്കാൻ റെഡിയാണ്. അല്ല, യേശുവിനെ കുറിച്ച് പറയാനാണോ ദൈവം എന്നെ ഏൽപ്പിച്ചെങ്കിൽ അത് ഞാൻ കുറേ കൂടെ പറയാൻ റെഡിയാണ്. ഈ ഏത് നിലയിലാണ് ഞാൻ പ്രയോജനപ്പെടേണ്ടത്? ദൈവനെ ഏൽപ്പിച്ച താലന്ത് എന്താണെന്ന് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദൈവനെ ഏൽപ്പിച്ച താലന്ത് എന്താണ് അത് ഐഡൻറ്റിഫൈ ചെയ്ത്, ദൈവമേ അതിൽ വർദ്ധിച്ചു വരുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതിൽ മുമ്പോട്ട് വരുമ്പോൾ ദൈവം നമ്മെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിക്കും. മറ്റൊന്ന്, ദൈവത്തിനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റൊന്ന്, ദൈവം ആഗ്രഹിക്കുന്നിടങ്ങളിൽ ദൈവത്തിനോട് ശോഭിക്കാം. അങ്ങനെ ജീവിച്ച് തങ്ങളുടെ വിശുദ്ധിയെ കാത്ത് അതിൽ വിശുദ്ധ വസ്ത്രം ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുമ്പോൾ നല്ലവരും വിശ്വസ്ദാസനെ എന്നുള്ള വിളി കേൾക്കുകയും നമ്മളെ വലത്തുള്ളവരാക്കി തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് വിശുദ്ധിയോടെ വചനപ്രകാരം ജീവിക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. മാറാകട്ടെ.